ഉണ്ണിയമ്മേ കുമ്പടി വന്നു. ഇന്നത്തെ അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ ചാണ്ടി ഉമ്മൻ MLA, CPM-ൽ നിന്ന് ശ്രീ ജേക്ക് സി തോമസ്. ശബരിമല പോലെ ഇത്രയും പരിപാവനമായ ഒരു ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഭഗവാന്റെ സ്വത്ത് മോഷണം പോയി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത്. സ്വാഭാവികം. അവിടെ എന്താണ് നടന്നതെന്ന് വിശ്വാസികളോട് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിനില്ലേ? ആ സമയത്ത് അദ്ദേഹം പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തിയിട്ട് ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുകയാണല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? അതിനുള്ള ഗൗരവമേ ഈ സംഭവത്തിന് അദ്ദേഹം കാണുന്നുള്ളൂ? ഇപ്പോ അങ്ങയുടെ ബോധ്യത്തിനനുസരിച്ചുള്ള ഗൗരവം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ ഉണ്ടാക്കിയെടുക്കുക അത് അല്പം അപ്രായോഗികവും അസാധ്യവുമായിരിക്കും. ഒരു മാറ്റവും ഇല്ലല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരം കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടെ വീക്ഷിക്കുന്ന ഏതു സാധാരണക്കാരനായ മലയാളിയുടെ മുമ്പിലും അർത്ഥപൂർണമായ ഗൗരവത്തോടുകൂടെ പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ, അർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ തന്നെ ബഹുമാനിയനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയുടെ മുമ്പിൽ ആധികാരികമായി ഈ പ്രശ്നത്തെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ഈ കാര്യത്തിൽ തെറ്റു ചെയ്തിട്ടുണ്ടോ, തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ, അതിന് കാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥ നേതൃത്വം ആരുമാവട്ടെ അവർ അതിശക്തവും ദയാരഹിതവുമായ നടപടിക്ക് വിധേയമാക്കപ്പെടും. അതാണ് കേരളത്തിന്റെ നിയമസഭയിൽ മുഖ്യമന്ത്രി നൽകിയ ഉറപ്പ്. ഭയങ്കരം തന്നെ. ആ ഉറപ്പ് അർത്ഥപൂർണമായ ഗൗരവമുള്ളതാണ്, അതീവ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അർഹിക്കുന്ന ഗൗരവത്തോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മറുപടി നൽകി. കോടതി കണ്ടുപിടിച്ചത് മാത്രമല്ലല്ലോ, പീഠം കണ്ടുപിടിച്ചത് കോടതിയല്ലല്ലോ, ദേവസ്വം വിജിലൻസ് അല്ലേ. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കുന്നത്? അതങ്ങ് കണ്ടില്ലേ? പീഠം വേറെയാണ് വിഷയം. ശ്രീ പീഠമല്ലല്ലോ പോയത് ദ്വാരപാലകരാണ്. നോക്കൂ, ഇവിടെ കാറ്റിൽ പറക്കുന്ന കഴുകനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉപമിച്ചത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോടൊന്നും അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തന്നെയായിരുന്നു. ഇന്ന് ഈ കേരളമെങ്ങും ശോഭിച്ച് ലോകമെങ്ങും ശോഭിച്ചിടുന്ന കേരളത്തിന്റെ കാരണഭൂതൻ എന്നൊക്കെ പറഞ്ഞത് കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ഒന്നും അല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. കേരളത്തിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള വികസനത്തിന്റെയും അല്ലെങ്കിൽ മാറ്റങ്ങളുടെയൊക്കെ ക്രെഡിറ്റ് നിങ്ങൾ എടുക്കാമെങ്കിൽ ഈ ശബരിമലയിൽ നിന്ന് ഇത്രയധികം സ്വർണം കാണാതായിട്ടുള്ളതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനും ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. അതിന്റെ നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളോട് പറയാനും ഇവിടുത്തെ ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥരാണെന്ന്. ഇതെങ്ങനെയാണ് ഉദ്യോഗസ്ഥരുടെ മാത്രം തലയിലേക്ക് എടുത്തു വെച്ചിട്ട് ഇവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പറ്റുക? ശബരിമല പോലെ ഇത്രയധികം ലോക പ്രശസ്തമായിട്ടുള്ള, ശബരിമല പോലെ ഇത്രയധികം സെക്യൂരിറ്റിയുള്ള, ശബരിമല പോലെ ഇത്രയധികം വരുമാനമുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് 30.3 കിലോഗ്രാം സ്വർണത്തിന്റെ കണക്ക് പോലും ഇല്ലെങ്കിൽ അത് ആദ്യം തന്നെ തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് പൊതുജനങ്ങൾക്ക് മുമ്പിലോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി, അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും എങ്ങനെ ഒഴിഞ്ഞു മാറാൻ വേണ്ടിട്ട് പറ്റും? തുടക്കം മുതൽ ഈ വിഷയം കേരള സമൂഹം ചർച്ച ചെയ്തപ്പോൾ മുതൽ തുടക്കം മുതലുള്ള ഇവരുടെ ന്യായീകരണങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോ. വിഷയം ആദ്യം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇവർ പറഞ്ഞെന്താണ്? ഇതൊരു നടക്ക് പോണ മാതിരില്ല. കേരളത്തിൽ ഇവർ നടത്തിയിട്ടുള്ള ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രഭ കെടുത്തുവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷവും BJP-യെ കൊണ്ടുവരുന്ന ആരോപണമാണെന്നുള്ള ആദ്യം പറഞ്ഞത്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് 3500 എന്ന് പറഞ്ഞിട്ട് വെറും 600 പേര് ആളുകൾ മാത്രം വന്നിട്ട് ആളില്ലാ സംഗമമായി മാറിയിട്ടുള്ള ആ സംഗമത്തിന്റെ പ്രഭ ആർക്കാണ് കെടുത്തേണ്ടത്? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നും ഈ വിഷയം ചർച്ച ചെയ്യില്ലാന്ന്. അതായത് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിലെ ഇത്രയധികം വരുന്ന സ്വത്തുവകകൾ കാണാതെ പോയിട്ടും അത് മൂടി വച്ചിരിക്കുകയാണ് ഇവിടുത്തെ സർക്കാർ. മഹാക്ഷേത്രത്തിലെ കളവ് പോയ സ്വത്തിനെ കുറിച്ചിട്ട് പങ്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നടത്തിയിട്ടുള്ള ഒരു കളവാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? BJP നേതാവിന് ഇഷ്ടപ്പെടുന്ന ഒരു ജാലവിദ്യ ഞാൻ അങ്ങോട്ട് പറയാം. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, നമ്മുടെ തൊട്ട അയൽപക്കത്തെ ജില്ലയായിട്ടുള്ള പത്തനംതിട്ട, ശബരിമല ഇരിക്കുന്ന ജില്ല കൂടെയാണല്ലോ. ആ പത്തനംതിട്ട ജില്ലയിലെ തൃച്ചന്ത മഹാദേവ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ നിന്ന് ചെമ്പുവാളി മോഷ്ടിച്ചോണ്ടുപോയി. 35 ലക്ഷം രൂപ ക്ഷേത്രം മുതൽ കട്ടുകൊണ്ടുപോയി. 3 കേസിൽ പ്രതിയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കൂടെ BJP-യുടെ സംസ്ഥാന സമിതി അംഗമായിട്ടിരിക്കുന്ന അജിത് കുമാർ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. 127ഓളം സെന്റ് വരുന്ന തൃശൂർ നഗരത്തിലെ ഭൂമി, കല്യാണ മണ്ഡപം അടക്കമുള്ള ഭൂമി വിൽക്കാൻ വേണ്ടി ഒരു ദേവസ്വം തയ്യാറെടുക്കുകയാണ്. ആരാണ് ആ ദേവസ്വത്തിന്റെ നേതൃത്വം? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ BJP നേതാവിന് താല്പര്യമുണ്ടോ? തടയരുത്. അമ്പലം വിഴുങ്ങികളെ BJP നേതാക്കന്മാരായി അരിയിട്ട് വാഴിക്കുന്നതിന് പകരം അവരെ നടപടിയും കേസും തെളിവും പിടിക്കപ്പെടുന്ന ഘട്ടത്തിലെങ്കിലും അവരെ പുറത്താക്കാൻ BJP അന്തസ് കാണിക്കണം. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്.
എന്നിട്ട് വേണം കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാമെന്ന കർശനമായ സമീപനം സ്വീകരിച്ച ഒരു ഗവൺമെന്റിനെയും അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ. എന്തോ എങ്ങനെ പിന്നെ ആങ്കർ മനസ്സിലാക്കേണ്ട ജാലവിദ്യക്ക് ഒരു പ്രത്യേകതയുണ്ട്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക, താൻ ആരുവാ? ഒരു ക്ഷേത്രത്തിന്റെ ഭൂമി ചെറിയ ഭൂമിയല്ല, 400 ഏക്കർ ഭൂമി 60 വർഷക്കാലത്തിലധികം പറ്റിച്ച് ക്ഷേത്രഭൂമിയെ സ്വന്തം വസ്തു എന്നതുപോലെ ഉപയോഗിച്ച് താരെന്തൊക്കെയാ പറയുന്നേ? അതിൽ നിന്ന് പണം കട്ടുനിന്ന അമ്പലം വിഴുങ്ങികളായ മാധ്യമ പ്രവർത്തകരും മാധ്യമ സ്ഥാപനവുമുണ്ട്. ആ ജാലവിദ്യയെ കുറിച്ച് ആങ്കർക്ക് ചോദ്യങ്ങളുണ്ടോ? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? ഒരു ചാനലും ആ ജാലവിദ്യയെ കുറിച്ച് ഒരു പത്രത്തിലും ആങ്കർക്ക് ചോദ്യം ചോദിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ജാലവിദ്യയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനത്തെ എല്ലാ ജാലവിദ്യയെ കുറിച്ച് ചർച്ച ചെയ്യാൻ ആങ്കറും അതിനോട് പ്രതികരിക്കാൻ വെമ്പുന്നവരും തയ്യാറാകണമെന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ക്രമക്കേട് നടത്തിയതിന് നടപടിക്ക് ശുപാർശ ചെയ്യപ്പെട്ട വ്യക്തിയായിരുന്നു ഈ മുരാരി ബാബു. 2022 ഇയാൾക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്ത് നടപടിയെടുത്തു അമ്പലക്കള്ളന്മാർക്കെതിരെ? പറഞ്ഞിട്ടില്ല. എന്റെ ശ്രദ്ധയിൽ ഇപ്പൊ അങ്ങ് പറയുമ്പോൾ മാത്രമാണ് ഇതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം എന്റെ ശ്രദ്ധയിലുള്ളത്. ഇന്ന് രാവിലെ മുതൽ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചില പ്രത്യേക വീക്ഷണകോണിലൂടെ മാത്രം അമ്പലക്കള്ളന്മാരെ കാണരുത് ശ്രീ ജെയ്സി തോമസ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ അതിനുശേഷം നടന്ന സംഭവങ്ങൾ എങ്ങനെ? വിജിലൻസ് അന്വേഷിച്ചു. ദേവസ്വം വിജിലൻസ് ഗുരുതരമായ ക്രമക്കേട് കണ്ടെത്തി. ഇയാൾക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തു. 2022 മുതൽ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കയ്യിലിരിക്കുകയാണ്, അനങ്ങിയിട്ടില്ല. എന്ന് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് നിയമനം നൽകുകയും ചെയ്തു. അപ്പൊ അമ്പലക്കള്ളന്മാർക്ക് പിന്നിൽ ആരുമില്ലെന്ന് എങ്ങനെ വിശ്വസിക്കണം ശ്രീ ജെയ്സി തോമസ്? ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വസ്തുതാവിരുദ്ധതയുണ്ടോ, ഒരു നുണയുണ്ടോ, ഒരു കള്ളമുണ്ടോ അങ്ങ് ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്. നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. അടിയിൽ കോംപ്രമൈസ് ഇല്ല ചേട്ടാ. പോയിട്ടുണ്ടോ? വിഗ്രഹം മോഷ്ടിച്ചിട്ടുണ്ടോ? ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. ഭഗവാനെ മോഷ്ടിച്ചിട്ടുണ്ടോ? ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഭാഗങ്ങൾ മോഷ്ടിച്ചിട്ടുണ്ടോ? മോഷ്ടിച്ചത് നിങ്ങളുടെ കാലത്താണ്. ശബരിമല ശ്രീകോവിലിൽ നിന്നാണ് ശ്രീ ജെയ്സി തോമസ്. ഇതേതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂനോട്ട് എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. അത് അംഗീകരിക്കാതെ പന്തല്ലൂർ ക്ഷേത്രത്തിലെ ഭൂമി കൈയേറ്റത്തിന്റെ കാര്യം പറയുന്നു. ഹൈക്കോടതിയിൽ തീർപ്പാക്കിയ കേസിൽ ആ കോടതി ഉത്തരവ് മാനിച്ചുകൊണ്ടുള്ള നടപടികൾ അവിടെ പാലിക്കപ്പെട്ടിട്ടില്ലേ? ഉണ്ടോ? ചോദിക്കേ. റബ്ബറും മറ്റുപകരണങ്ങളും നട്ട് ആ 400 ഏക്കർ ഭൂമി പിടിച്ചെടുത്ത് തിരികെ കൊടുക്കാതെ അതിൽ നിന്ന് ആദായം വാങ്ങി ഭക്ഷിക്കുന്നത് എന്ത് മര്യാദ? അത് മോഷണമല്ലേ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? അത് മോഷണമല്ല, അത് ഒന്നാം പിടിച്ചുപറിയാണ്. ആ പിടിച്ചുപറിയാണ് കോടതി തിരികെ കൊടുക്കാൻ പറഞ്ഞത്. നിയമ പോരാട്ടത്തിലൂടെ അങ്ങനെ വിട്ടുകൊടുത്തതാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. കേസ് നടക്കുകയാണ്. അതുപോലെയാണോ ശ്രീകോവിലെ സ്വത്ത് മോഷ്ടിക്കുന്നത്, ശ്രീകോവിലെ സ്വർണം മോഷ്ടിക്കുന്നത്? പിന്നെ ചൂടാണ്ട് ഇല്ല. നിക്കട്ടെ, അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോ ഈ കരത്തിലുള്ള ജാലവിദ്യകളെയൊക്കെ ഒരേ കണ്ണോട് കൂടെ കാണാനും തുറന്നു വിമർശിക്കാനും നമുക്ക് എല്ലാവർക്കും കഴിയണം. ഇവിടെ ഒന്നാം തരം തനി തങ്കം 24 ക്യാരറ്റ് തനി തങ്കം ചെമ്പാക്കി മാറ്റിയത് താങ്കളുടെ സർക്കാരാണ് ശ്രീ ജെയ്സി തോമസ്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. സർക്കാരാണെന്ന് പറഞ്ഞാൽ കയ്യിൽ വെക്കാൻ പറയും. ഞാൻ ഒരു സർക്കാരും ഇങ്ങനെ ചെയ്തു എന്നുള്ളത് ഹൈക്കോടതി പോലും പറഞ്ഞിട്ടില്ല. എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അങ്ങേക്ക് എവിടെ നിന്ന് കിട്ടിയ വിവരമാണ്? അങ്ങേക്ക് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ആ വാർത്താ സമ്മേളനത്തിലെ വിവരമാണോ? സർക്കാരാണ് ഈ കാര്യം ചെയ്തതെന്ന് ദേവസ്വം വകുപ്പ് ആരുടെയാണ്? ദേവസ്വം ബോർഡ് ആരുടെയാണ്? വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്, ആ കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാരിന് എന്തെങ്കിലും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനോ ദേവസ്വം ബോർഡിന്റെ വകുപ്പ് മന്ത്രിക്കോ കേരളത്തിലെ ഗവൺമെന്റിനോ ഇത് സംബന്ധിച്ച് ഈ കാര്യങ്ങളെ ക്രയവിക്രയം ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ബന്ധമുണ്ട് എന്ന് ആധികാരികമായി ഹൈക്കോടതിയോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ അന്വേഷണ സംഘങ്ങളോ ഇതിനെ യുക്തിസഹമായി വിലയിരുത്തുന്ന ആർക്കെങ്കിലും ആരോപണം ഉന്നയിക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? ഒരു തെളിവുമില്ലാത്ത വായിൽ തോന്നിയത് വിളിച്ചു പറയാൻ ആർക്കാണ് അധികാരം? എന്ത് അവകാശം? മാധ്യമ പ്രവർത്തകരാണെന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രിവിലേജ് ഒന്നുമില്ല. പറയുന്നത് വസ്തുതയായിരിക്കണം. അവരുടെ പണി അന്തസ്സോടുകൂടെ അവർ നടത്തുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരളത്തിൽ പല ആരാധ്യന്മാരായിട്ടുള്ള നേതാക്കന്മാർ പ്രതിപക്ഷത്തും UDF-നും ഉണ്ടായിരുന്നിട്ട്
ആ എന്നിട്ട് കഴിഞ്ഞ 10 വർഷമായി കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾ തന്നെ ഈ നാട് മുന്നോട്ടേക്ക് നയിച്ചാൽ മതി എന്ന് തിരഞ്ഞെടുക്കുകയും അവരെ ക്ഷേത്രത്തിന്റെയും ദേവസ്വത്തിന്റെയും ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള വകുപ്പിന്റെ ചുമതല കൊടുത്ത് മന്ത്രിമാരാക്കിയും പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? കഷ്ടം. ഗവൺമെന്റ് ആക്കിയും കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് അങ്ങേക്കില്ലാത്ത അല്ലെങ്കിൽ അങ്ങ് വെച്ചു പുലർത്തുന്ന കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങളെ അശേഷം വീഴ്ചയിട്ടില്ല, അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളത് ഡൽഹിയിൽ നരേന്ദ്രമോദിക്കും ഇത് ബാധകമാണോ? അന്തസ്സായി അദ്ദേഹം ഭരിക്കുന്നത് കൊണ്ടാണോ 3ാം തവണയും ഈ രാജ്യത്തിന്റെ ഭരണം ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്? ആ കാര്യത്തിൽ ഇന്ത്യയിലെ മതനിരപേക്ഷവാദികൾക്കുള്ള അഭിപ്രായം തന്നെയാണ് CPIM ഉള്ളത്. ആ അഭിപ്രായം എന്താണെന്ന് അങ്ങേക്കറിയില്ലെങ്കിൽ ആ രാഷ്ട്രീയം വെച്ച് പുലർത്തുന്ന കൊള്ളാമെന്ന് അടച്ചിട്ട് മണൽ വരാൻ പോടെ സ്ഥാപനത്തിലോ പുറത്തുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. ആ അഭിപ്രായം തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അങ്ങേക്ക് ഒരു സംശയം വെക്കാൻ വേണ്ടതില്ല. വീണ്ടും ഭരണം കിട്ടിയത് നല്ല യുക്തി തന്നെ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.